മാറിവാനിയോസ് മാറിവാനിയോസ് മലങ്കരയുടെ മഹാജ്യോതിസേ മാമുനീന്ദ്ര മഹാത്മാവേ മലങ്കരയുടെ മഹാജ്യോതിസേ മാമുനീന്ദ്ര മഹാത്മാവേ നമസ്തേ 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 മാറിവാനിയോസ് മാറിവാനിയോസ് സുഹൃത്തുക്കളെ, പുണ്യദാതൻ മാർ ഇവാനിയോസ് പിതാവിൻ്റെ ഓർമ്മ തിരുനാൾ കൊണ്ടാടുവാൻ നാം ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ ഇത്. മാർ ഇവാനിയോസ് പിതാവിനെ ഓർക്കുമ്പോഴെല്ലാം അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു, അദ്ദേഹം ഒരു ആശ്രമസ്ഥനായിരുന്നു, അദ്ദേഹം ഒരു ബഥനി ആശ്രമസ്ഥനായിരുന്നു എന്ന വസ്തുത മാറ്റി നിർത്തി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. മാർ ഇവാനിയോസ് പിതാവ് ഒരു സന്യാസിയായിരുന്നു എന്ന് മാത്രമല്ല, മലങ്കര സഭയിൽ സന്യാസിനി പ്രസ്ഥാനത്തിന് അദ്ദേഹം രൂപം നൽകി. സന്യാസിനി സമൂഹങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മലങ്കര സഭയിലൂടെ ആഗോള സഭയ്ക്ക് സന്യാസത്തിലൂടെ പിതാവ് നൽകിയ സംഭാവന എത്രമാത്രം വലുതാണ് എന്ന് ചരിത്രം സ്പഷ്ടമായി വ്യക്തമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭാചരിത്രത്തിൽ മാർ ഇവാനിയോസ് പിതാവ് ഒരു മഹാത്മാവാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പിതാവിൻ്റെ ജീവിത മാഹാത്മ്യത്തിന് നിദാനമായ കാര്യങ്ങൾ നാം എപ്പോഴും ചൂണ്ടിക്കാട്ടാറുണ്ട്. ഒരു പുനരൈക്യ ശില്പി, സഭൈക്യ പ്രവാചകൻ, ഭരണതന്ത്രജ്ഞൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലയിലെല്ലാം പിതാവിനെ നാം എപ്പോഴും അനുസ്മരിക്കുന്നു. ഇതുപോലെയുള്ള വിശേഷണങ്ങൾ ധാരാളമായുണ്ട്. എന്നാൽ കാരണം പിതാവ് നൽകിയിട്ടുള്ള ഈ മേഖലകളിലെല്ലാം നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വലുതാണ്, അതുല്യമാണ്. ഈ മേഖലകളിലെല്ലാം പിതാവ് കൈവരിച്ച നേട്ടങ്ങൾ വിസ്മയാവഹമാണ്. എന്നാൽ ഇവയേക്കാളെല്ലാം ഉപരിയായി മാർ ഇവാനിയോസ് പിതാവ് ഒരു യോഗി വര്യനായിരുന്നു. സന്യാസത്തിന്റെ ഉത്തംഗ ശൃംഖങ്ങളിൽ വിരാജിച്ച മഹാഋഷിയായിരുന്നു അദ്ദേഹം. കാരണം സന്യാസവുമായി അത്രമാത്രം ഇഴുകിച്ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു പിതാവിൻ്റേത്. സന്യാസത്തിന്റെ അടിത്തറയിന്മേൽ പണിതുയർത്തിയ ഒരു ജീവിതമായിരുന്നു പിതാവിൻ്റെ. ഈ അടിസ്ഥാനമാണ് തൻ്റെ ജീവിത വിജയത്തിൻ്റെയും ജീവിത വിശുദ്ധിയുടെയും ആധാരം. പിതാവിൻ്റെ നേട്ടങ്ങളെല്ലാം തൻ്റെ സന്യാസത്തിൻ്റെ കർമ്മ ഫലങ്ങളാണ് എന്ന് പറയുവാനായി സാധിക്കും. സന്യാസപരമായ ജീവിതത്തിന് ബാല്യം മുതലേ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പിതാവ് തന്നെ തൻ്റെ ആത്മകഥയായ ഗിരിദീപത്തിൽ പ്രസ്താവിക്കുന്നു. ആ ബാലമനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്ന സന്യാസത്തോടുള്ള ആകർഷണം ശക്തിപ്പെടുന്നതും യാഥാർത്ഥ്യവത്കരിക്കപ്പെടുന്നതും കൽക്കത്ത സറാംപൂർ കോളേജിൽ പ്രൊഫസറായിരുന്ന കാലത്താണ്. അത് 1912, 1919 കാലയളവിലായിരുന്നു. ഇതിനകം അദ്ദേഹം ഓർത്തഡോക്സ് സഭയിലെ വിഖ്യാതനായ ഒരു വൈദികൻ ആയിത്തീർന്നു. എം.എ. അച്ഛൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓർത്തഡോക്സ് സഭയിലെ വൈദികൻ എം.എ. ബിരുദം കരസ്ഥമാക്കിയ ആദ്യത്തെ ആളാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തായുടെ അരുമ ശിഷ്യനായിരുന്നു P.T. ഗീവർഗീസ് അച്ഛൻ. M.D. സെമിനാരി സ്കൂൾ പ്രിൻസിപ്പലായി അദ്ദേഹം ഉയർത്തപ്പെട്ടിരുന്നു. ഈ അവസരത്തിലാണ് അദ്ദേഹം
കൽക്കത്തയിലെ സെറാംപൂർ കോളേജിൽ സുറിയാനി പ്രൊഫസറായി നിയോഗിക്കപ്പെട്ടത്. കൽക്കത്തയിലേക്ക് പോകുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. മലങ്കര സഭയിലെ പിളർപ്പും അതിൻ്റെ ഫലമായി ഉടലെടുത്ത കക്ഷിവഴക്കുകളും ദ്വന്ദ്വയുദ്ധങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ഉയർന്നുകൊണ്ടിരുന്ന കോടതി വ്യവഹാരങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം കൽക്കത്തയിലേക്ക് പോകുന്നത്. അദ്ദേഹം തന്നെ പറയുന്നു, തിരമാലകൾ കണക്കെ ഒരിക്കലും ശമിക്കാതെ ഒന്നിനു പുറകെ ഒന്നായി കലഹങ്ങളും വ്യവഹാരങ്ങളും സഭയിൽ ഉയർന്നു വന്നിരുന്നു എന്ന്. ഇത് അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ആഴത്തിൽ ഈ കാര്യങ്ങളെല്ലാം മുറിപ്പെടുത്തി എന്നുള്ളത്. കൽക്കത്തയിലെത്തി അവിടുത്തെ പ്രൊഫസറായി, സെറാംപൂർ കോളേജ് പ്രൊഫസറായി അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം എടുത്തിരുന്ന ഒരു തീരുമാനം ഇതായിരുന്നു: സഭയിലെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുക എന്ന്. കാരണം ഈ വ്യവഹാരങ്ങളും കലഹങ്ങളുമെല്ലാം സഭയുടെ ആധ്യാത്മിക ജീവിതത്തെ, ആധ്യാത്മികമായ ശക്തിയെ അത് വളരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്ന് പിതാവ് മനസ്സിലാക്കി. അപ്പോൾ ഇതിന് ചില പ്രായോഗിക മാർഗങ്ങൾ, പരിഹാര മാർഗങ്ങൾ കണ്ടെത്തണം എന്ന് തന്നെയായിരുന്നു പിതാവിൻ്റെ ആഗ്രഹം. അവിടെ ആയിരുന്നപ്പോൾ ഇതേക്കുറിച്ച് പലതവണ പിതാവ് ചിന്തിച്ചു. ഈ ഒരു വിഷയം മാത്രം തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ദൈവസന്നിധിയിൽ അദ്ദേഹം പ്രാർത്ഥന നിരതനായി കാത്തിരുന്നു എന്ന് തൻ്റെ ആത്മകഥ ഗ്രന്ഥത്തിൽ ഗിരിദീപത്തിൽ പിതാവ് വിശദീകരിക്കുന്നു. ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ പ്രാർത്ഥനയിലും തപസ്സിലും ഉപവാസത്തിലും സ്വയപരിത്യാഗത്തിലും എല്ലാം അദ്ദേഹം ദൈവത്തിൻ്റെ തിരുമനസ്സറിയുവാൻ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. തൻ്റെ ഹൃദയത്തെ ഒരു കളിമണ്ണ് പോലെ കുഴച്ച് ദൈവത്തിന് തിരുമുമ്പിൽ സമർപ്പിച്ച് കാത്തിരിക്കുകയായിരുന്നു അതിന് രൂപവും ഭംഗിയും ഉണ്ടാകുന്നതിന് വേണ്ടി. ഈ കാലഘട്ടം ഏതോ ഒരു അദൃശ്യ ശക്തി, ഒരു ദൈവിക ശക്തി തന്നെ വലിച്ചിഴച്ചു കൊണ്ട് പോകുന്നത് പോലെയുള്ള അനുഭവം ആണ് പിതാവിനുണ്ടായത്. പ്രത്യാശയുടെ ഉള്ള ഈ കാത്തിരിപ്പിനൊടുവിൽ ദൈവസേവനത്തെക്കാൾ അത്യുത്തമം ദൈവസമ്പാദനം എന്ന ഉദാത്തമായ ആത്മീയ ദർശനത്തിൻ്റെ കൊടുമുടിയിൽ പിതാവ് എത്തിച്ചേരുകയാണ്. ദൈവത്തെ സമ്പാദിച്ചവന് മാത്രമേ ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനാകൂ. നമ്മുടെ സമ്പാദ്യത്തിൽ നിന്നാണല്ലോ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നത്. ദൈവാനുഭവം കൊണ്ട് നിറയുന്നവനെ ദൈവാനുഭവം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനാവും. ദൈവത്തെ സമ്പാദിക്കാനുള്ള ഏക മാർഗം ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, വഴിയും സത്യവും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ദൈവത്തെ സമീപിക്കുന്നതിന്, ദൈവത്തെ സ്വന്തമാക്കുന്നതിന് മിശിഹായെ അനുകരിക്കുക എന്നുള്ളത് ആവശ്യമാണ്. മിശിഹാനുകരണത്തിലൂടെ, ക്രിസ്താനുകരണത്തിലൂടെ മാത്രമേ ദൈവത്തെ സമ്പാദിക്കുവാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. യേശു മിശിഹായെ അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാം പരിത്യജിക്കണം. യേശു തന്നെ അരുളി ചെയ്യുന്നു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ, എൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാം പരിത്യജിച്ച്, സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് യേശു അരുളി ചെയ്യുകയാണ്. അപ്പോൾ ഈ സ്വയം പരിത്യാഗത്തിലൂടെ, സർവസംഘ പരിത്യാഗത്തിലൂടെ മാത്രമേ ഒരുവന് യേശുമിശിഹായെ പിൻചെല്ലുവാൻ ആകുകയുള്ളൂ. യേശുവിൻ്റെ തന്നെ ജീവിതം, തൻ്റെ ജനനം മുതൽ കുരിശുമരണം വരെയുള്ള ജീവിതം സ്വയപരിത്യാഗത്തിൻ്റെ ജീവിതമായിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ സ്വയപരിത്യാഗികളായിരുന്നു. അവർ ദൈവത്തെ സമ്പാദിച്ചവരാണ്. അവരിലൂടെയാണ് ദൈവരാജ്യം ലോകത്തിൽ പ്രചരിക്കപ്പെട്ടത് എന്നുള്ള കാര്യം നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. ഇവിടെ പിതാവിന് മറ്റ് വലിയൊരു കാഴ്ചപ്പാടുണ്ടാവുകയാണ് ഈ ഘട്ടത്തിൽ. സന്യാസം എന്ന ജീവിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച പിതാവിൻ്റെ മനസ്സിലേക്ക് കടന്നെത്തുകയാണ്. ഒരു സന്യാസി എന്ന് നമ്മൾ പറയുമ്പോൾ
അയാൾ എല്ലാം പരിത്യജിച്ചവനാണ്. സന്യാസി എന്നുള്ള സംസ്കൃത വാക്കിൻ്റെ അർത്ഥം തന്നെ സർവസംഘ പരിത്യാഗി, എല്ലാം പരിത്യജിച്ചവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ സന്യാസം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം പരിത്യജിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തെ സമ്പാദിക്കുവാനാവും, ദൈവീക അനുഭവം കൊണ്ട് അവന് നിറയുവാനാവും. അപ്പോൾ ദൈവസമ്പാദ്യത്തിനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് സന്യാസമാണ് എന്നുള്ള ചിന്തയിലേക്ക് പിതാവ് എത്തിച്ചേരുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു, എല്ലാം പരിത്യജിച്ച് സർവസംഘ പരിത്യാഗികളായ സന്യാസികൾ അടങ്ങുന്ന ഒരു സമൂഹമാണ് മലങ്കര സഭയുടെ ആധ്യാത്മികമായ ഉത്ഥാനത്തിന്, ആധ്യാത്മികമായ ഉന്നതിക്ക് ആവശ്യം എന്നുള്ള തീരുമാനത്തിലേക്ക്, എന്നുള്ള ആ വലിയ ബോധ്യത്തിലേക്ക് പിതാവ് എത്തിച്ചേരുകയാണ്. ഈ ചിന്തകൾ പിതാവിൻ്റെ ജീവിതത്തെ, പിതാവിൻ്റെ കാഴ്ചപ്പാടുകളെ, പിതാവിൻ്റെ ജീവിത രീതിയെ എല്ലാം മാറ്റിമറിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിതാവിലൊരു വലിയ രൂപാന്തരീകരണം ഇതുവഴി സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ സമൂഹം സ്ഥാപിക്കുവാനുള്ള പുറപ്പാടിലായിരുന്നു പിതാവ്. താൻ സ്ഥാപിക്കുവാൻ പോകുന്ന സന്യാസ സമൂഹം തികച്ചും പൗരസ്ത്യമായിരിക്കണം, അത് തികച്ചും ഭാരതീയമായിരിക്കണം എന്നുള്ള ചിന്ത പിതാവിൻ്റെ മനസ്സിലേക്ക് ഈ അവസരത്തിൽ ശക്തമായി കടന്നു വരികയാണ്. ഇത് പൗരസ്ത്യമായിരിക്കണം എന്ന് പിതാവ് തീരുമാനിക്കുവാനുള്ള കാരണം, പൗരസ്ത്യ സഭകളാണ് ക്രിസ്തീയ സഭയിലെ സന്യാസത്തിൻ്റെ ഈറ്റില്ലം എന്ന് നമ്മൾ പറയുന്നത്, അതിൻ്റെ ഉറവിടം എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ സമൂഹം ഒരു പൗരസ്ത്യ സഭയിലാണ്, പൗരസ്ത്യ സഭയ്ക്ക് വേണ്ടിയാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്നുള്ള ചിന്തയും പിതാവിലേക്ക് ശക്തിപ്പെടുന്നു. രണ്ടാമതായി ഭാരതീയമായിരിക്കണം എന്ന് പിതാവ് തീരുമാനിച്ചു. കാരണം ഈ സമൂഹം ഭാരതത്തിലാണ് സ്ഥാപിക്കുവാൻ. അതുപോലെ ഭാരതം സന്യാസത്തിൻ്റെ നാടാണ്, ഭാരതം സന്യാസികളുടെ നാടാണ്, ആർഷഭാരതം എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ സ്ഥാപിക്കുന്ന ഒരു സമൂഹം ഈ സന്യാസത്തിൽ നിന്ന് ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സന്യാസ സമൂഹമാകണം എന്ന് പിതാവ് അവിടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ പൗരസ്ത്യവും ഭാരതീയവുമായ സന്യാസത്തിൻ്റെ ഒരു ഒന്നിച്ച വരവ്, ഒരു സമഞ്ജസമായ സമ്മേളനം ആയിരിക്കണം താൻ സ്ഥാപിക്കുവാൻ പോകുന്ന പുതിയ സന്യാസ സമൂഹം എന്ന് അദ്ദേഹം തീരുമാനിച്ചുറച്ചു. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളുമൊക്കെ പിതാവ് നടത്തുന്നതായി നമുക്ക് ചരിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അദ്ദേഹം സ്ഥാപിക്കുന്ന സന്യാസ സമൂഹത്തിന് ബഥനി ആശ്രമം എന്ന പേരാണ് പിതാവ് നൽകുന്നത്. ഈ ചിന്തകളുടെ പശ്ചാത്തലത്തിലാണ് ഈ നാമം പിതാവ് കണ്ടുപിടിക്കുന്നത്. ബഥനി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ബൈബിളിലെ ബഥനി, ആ ബഥനിയിലായിരുന്നു ബൈബിളിലെ മാർത്ത, മറിയം, ലാസർ, കർത്താവിനെ ഏറ്റവും സ്നേഹിച്ച ആ സഹോദരങ്ങളുടെ ഭവനം സ്ഥിതി ചെയ്തിരുന്നു. അപ്പോൾ ആ നാമം സ്വീകരിക്കുവാനായിട്ട് പിതാവ് തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ ആശ്രമം എന്ന് പറയുമ്പോൾ ഭാരതീയ സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥഗർഭമായ ഒരു പദമാണ് അത്. സന്യാസികൾ വസിച്ചിരുന്ന സ്ഥലത്തിനാണ് ആശ്രമം എന്ന് പറഞ്ഞിരുന്നത്. ദൈവാന്വേഷണത്തിന് വേണ്ടി കഠിനാധ്വാനം നടത്തുന്ന സ്ഥലമാണ് ആശ്രമം. അപ്പോൾ ഈ രണ്ട് നാമങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉള്ള ഒരു നാമമാണ് പിതാവ് താൻ സ്ഥാപിച്ച സന്യാസ സമൂഹത്തിന് നൽകിയത്, അതായത് ബഥനി ആശ്രമം. പിന്നീട് അതിനുള്ള സ്ഥലം അദ്ദേഹം കണ്ടുപിടിച്ചു. വളരെ വിജനമായ, വളരെ ഏകാന്തമായ റാന്നി പെരുനാട്ടിലെ മുണ്ടൻ മലയാണ് അദ്ദേഹം ഇതിനായി തിരഞ്ഞെടുത്തത്. ആശ്രമ സ്ഥാപനത്തിനുള്ള സ്ഥലം ഇത് മതി എന്ന് പിതാവ് തീരുമാനിക്കുകയാണ്. ഏകാന്തതയും മൗനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം, ഒരു അന്തരീക്ഷം. അവിടെ അദ്ദേഹം കാട്ടിൽ നിന്നുള്ള കമ്പും തടിയും എല്ലാം വെട്ടി ചെറിയ കുടില്, മുളയും എല്ലാം ചേർത്ത് ചെറിയ ചെറിയ കുടിലുകൾ അദ്ദേഹം നിർമ്മിച്ചു. ഓല കൊണ്ട് മേഞ്ഞതും നിലം ചാണകം കൊണ്ട് മെഴുകിയതുമായ കുടിലുകൾ. ഈ കുടിലുകൾ എല്ലാം നിർമ്മിച്ചുകൊണ്ട്
പിതാവും ഏതാനും അനുചരന്മാരും 1919 ഓഗസ്റ്റ് 15-ാം തീയതി അവിടേക്ക് താമസം മാറ്റുകയാണ്. അങ്ങനെ മലങ്കരയിലെ ആദ്യ ബഥനി ആശ്രമം അവിടെ സ്ഥാപിതമാവുകയാണ് ചെയ്യുന്നത്. ഇതിനിടെ അദ്ദേഹം സെറാപൂരിലെ പ്രൊഫസർ പദവി എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് ഒരു പൂർണ്ണ സന്യാസിയായി ജീവിക്കുകയാണ് തൻ്റെ അനുചരന്മാരോടുകൂടി ഇദ്ദേഹം ചെയ്തത്. ഇവിടെ ഭാരതീയ സന്യാസത്തിൻ്റെയും പൗരസ്ത്യ സന്യാസത്തിൻ്റെയും ആദർശങ്ങളും ജീവിത രീതികളും ഉൾക്കൊള്ളാവുന്നതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു ജീവിത ശൈലിയാണ് അവരവിടെ പുലർത്തിയിരുന്നത്. പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും മൗനത്തിൻ്റെയും ഏകാന്തതയുടെയും പഠനത്തിൻ്റെയും തപശ്ചര്യയുടെയും ലാളിത്യത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും പരോപകാര പ്രവർത്തികളുടെയും ആയ ഒരു ജീവിത ശൈലിയാണ് ബഥനി ആശ്രമത്തിൽ, മുണ്ടൻമലയിലെ ബഥനി ആശ്രമത്തിൽ അവർക്ക് ഉണ്ടായിരുന്നു. ആർഷഭാരതത്തിൻ്റെ അടയാളമായ കാഷായ വസ്ത്രം ആണ് അവർ തങ്ങളുടെ ഔദ്യോഗിക വസ്ത്രമായി തിരഞ്ഞെടുത്തത്. അന്നത്തെ കാലത്ത് ക്രൈസ്തവ അന്തരീക്ഷത്തിലെ വളരെ വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു ഈ കാഷായ വസ്ത്രം ഔദ്യോഗിക വസ്ത്രമായി തിരഞ്ഞെടുക്കുക എന്നുള്ളത്. പക്ഷെ പിതാവ് തൻ്റെ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങുകയാണ് ചെയ്തത്. അതുപോലെ സസ്യാഹാരം, മൺചട്ടിയിൽ ഭക്ഷണം, നിലത്തിരുന്ന് കഴിക്കുക മുതലായ വളരെ ലളിതമായ ജീവിത രീതി അവർ അവിടെ പുലർത്തി പോന്നു. പ്രാർത്ഥനാ രീതികളിൽ ബാഹ്യമായ ഭാരതീയമായ ശൈലികൾ ഉൾപ്പെടുത്തുവാൻ പിതാവ് തീരുമാനിച്ചു. 1930 ബഥനി ആശ്രമം തങ്ങളുടെ സ്ഥാപക പിതാക്കന്മാരോടുകൂടി കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെട്ടു. അതും ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്. ഈ പുനരൈക്യ ചിന്ത ഈ പിതാക്കന്മാരിലും ആശ്രമസ്ഥരിലും അങ്കുരിച്ചതും വളർന്നു വന്നതും ശക്തി പ്രാപിച്ചതും ബഥനി ആശ്രമത്തിലെ തപസ്സിൻ്റെയും പ്രാർത്ഥനയുടെയും ലളിത ജീവിതത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും അന്തരീക്ഷത്തിൽ നിന്നാണ് എന്നുള്ള വസ്തുത നമുക്ക് വിസ്മരിക്കാനാവില്ല. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇക്കാര്യം പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പുറകോട്ട് നോക്കാതെ മുണ്ടൻമലയിലെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോരുവാനുള്ള വിശാലമായ മനസ്സും അതിനുള്ള ആത്മബലവും അവർക്ക് ലഭിച്ചത് ഈ താപസ അന്തരീക്ഷത്തിൽ നിന്നാണ്. യേശുവിനെ പ്രതി എല്ലാം ഉപേക്ഷിച്ച് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവം ഇക്കാര്യങ്ങളെല്ലാം അവർക്ക് എളുപ്പമാക്കി തീർക്കുകയാണ് ചെയ്തത്. ഈ പശ്ചാത്തലത്തിലാണ് ബഥനി ആശ്രമം പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ പിള്ളത്തൊട്ടിലായി അറിയപ്പെടുന്നത്. കത്തോലിക്ക സഭയിലൂടെ മാർ ഇവാനിയോസ് പിതാവ് ആരംഭിച്ച ബഥനി പ്രസ്ഥാനവും പുനരൈക്യ പ്രസ്ഥാനത്തിലൂടെ ഇന്ന് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. സ്ഥാപിതമായിട്ട് 100 വർഷങ്ങൾ പിന്നിട്ടതേ ഉള്ളൂ. മാർ ഇവാനിയോസ് പിതാവിനാൽ സ്ഥാപിതമായ സന്യാസ ആശ്രമ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ആധ്യാത്മികത മിശിഹാനുകരണവും സർവസംഘ പരിത്യാഗവുമാണ്. അദ്ദേഹം സ്ഥാപിത സമൂഹത്തിൻ്റെ ഔദ്യോഗിക നാമം മിശിഹാനുകരണ സന്യാസി സമൂഹം എന്നാണ്. സർവസംഘ പരിത്യാഗം സന്യാസി ജീവിക്കുന്നത് പ്രായോഗികതയിൽ വരുത്തുന്നത് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ വ്രതങ്ങളിലൂടെയാണ്. ഈ വ്രതങ്ങൾ വഴി സന്യാസി ഈ ലോക ജീവിതത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ കൂടുതൽ ശക്തനായി തീരുകയാണ്. ദൈവം മാത്രം എൻ്റെ സമ്പാദ്യം, ദൈവം മാത്രം എൻ്റെ സ്നേഹഭാജനം, ദൈവം മാത്രം എൻ്റെ ജീവിത പ്രമാണം, അങ്ങനെ എല്ലാറ്റിലും ദൈവം മാത്രം എൻ്റെ സർവസ്വവും എന്ന അനുഭവത്തിലേക്ക് സന്യാസി സർവസംഘ പരിത്യാഗത്തിലൂടെ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥയിലുള്ള സന്യാസികളുടെ കാഴ്ചപ്പാടുകൾ, ജീവിത രീതി എല്ലാം വളരെ ലളിതമായിരിക്കണം. ലാളിത്യം സന്യാസിയുടെ മുഖമുദ്രയായി മാറുകയാണ്. സമൂഹ ജീവിതത്തിലൂടെ ആണ് സന്യാസി തൻ്റെ സന്യാസം
ജീവിക്കുന്നതും അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിക്കുന്നതും ആദിമ ക്രൈസ്തവരെ പോലെ ഒരേ ഹൃദയത്തോടും ഏക മനസ്സോടും മറ്റുള്ളവരെ സ്നേഹിക്കുകയും സകലവും പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സഭയ്ക്കുള്ളിലെ കൊച്ചു സഭയായിട്ടാണ് സന്യാസ സമൂഹത്തെ അഭിനന്ദ പിതാവ് ചിത്രീകരിക്കുന്നത്. പ്രകാരം ജീവിച്ച് പരിശുദ്ധ തൃത്വത്തിൻ്റെ സ്നേഹ ജീവിതത്തിൻ്റെ കൂട്ടായ്മ ജീവിതത്തിൻ്റെ സാക്ഷ്യം സന്യാസികൾ സഭയിൽ അവരുടെ ജീവിതത്തിലൂടെ കൂട്ടായ്മ ജീവിതത്തിലൂടെ നൽകുകയാണ് ചെയ്യുന്നത്. ഒരു സന്യാസി നിരന്തരമായി പ്രാർത്ഥിക്കുന്നു, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുന്നു. സന്യാസത്തിൻ്റെ അടിസ്ഥാന ഭാവം ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത ഭാവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയിലൂടെ ഒരു സന്യാസി തൻ്റെ ഹൃദയത്തെ സർവ്വതാ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയും നിരന്തരം ദൈവസാന്നിധ്യത്തിലും ദൈവസംസർഗത്തിലും കഴിയുകയും ചെയ്യുന്നു. മൗനവും ഏകാന്തതയും ഈ പ്രാർത്ഥന അന്തരീക്ഷത്തെ ബലപ്പെടുത്തുന്നു. സന്യാസത്തിന് ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത മറ്റൊരു ഘടകമാണ് തപശ്ചര്യ, നോമ്പ്, ഉപവാസം, വർജനകൾ, പ്രായശ്ചിത്ത പ്രവൃത്തികൾ. ഇവയെല്ലാം സന്യാസ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്ന ഘടകങ്ങളാണ്. കായികാധ്വാനത്തിന് സന്യാസത്തിൽ വളരെയധികം പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സന്യാസികൾ ഏർപ്പെടുന്നു. അജപാലന രംഗത്ത് സന്യാസികൾ പ്രവർത്തിക്കുന്നു. വിദ്യാഭ്യാസ രംഗം, ആതുര സേവന രംഗം, സാമൂഹിക സേവന രംഗം, ഇതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ ജോലികളിൽ സന്യാസികൾ ഏർപ്പെടുന്നു, വ്യാപൃതരാകുന്നു. അത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മറിയാനിയോസ് പിതാവിൻ്റെ കാഴ്ചപ്പാടിൽ ഏതുതരം പ്രവർത്തനമായാലും അത് തൻ്റെ പ്രാർത്ഥനയിലൂടെയും ആധ്യാത്മിക ജീവിതത്തിലൂടെയും സമ്പാദിച്ച ദൈവാനുഭവത്തിൻ്റെ പങ്കുവയ്ക്കലിനുള്ള മാർഗമായിട്ടാണ് വ്യത്യസ്തങ്ങളായ ഈ പ്രവർത്തനങ്ങളെ പിതാവ് കാണുന്നതും വ്യാഖ്യാനിക്കുന്നതും. അങ്ങനെ ആയിരിക്കണം എന്ന് തൻ്റെ സന്യാസികളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നു. യേശുക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനുള്ള മാർഗങ്ങളാണ് വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ ഈ സന്യാസികളുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് ദൈവസേവനത്തെക്കാൾ അത്യുത്തമം ദൈവസമ്പാദനം എന്ന ആപ്തവാക്യം വന്യപിതാവ് ഉയർത്തി പിടിച്ചത്. അവസാനമായി മലങ്കര സഭയിൽ സന്യാസ പ്രസ്ഥാനത്തിന് രൂപം നൽകി സന്യാസ സമൂഹങ്ങൾ സ്ഥാപിച്ചു എന്നത് മാത്രമല്ല പിതാവിൻ്റെ മഹത്വം. ഒരു പരിപൂർണ സന്യാസിയായി ജീവിച്ചുകൊണ്ട് സന്യാസം എന്തെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത മഹായോഗിയാണ് മറിയാനിയോസ് പിതാവ്, പുണ്യശ്ലോകനായ മറിയാനിയോസ് പിതാവ്. സഭയുടെ ചങ്കാണ്, സഭയുടെ ഹൃദയഭാഗത്താണ് സന്യാസം എന്ന് പിതാവ് എപ്പോഴും എടുത്തു പറയുമായിരുന്നു. പുണ്യനാഥന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മാറിവാനിയോസ് മാറിവാനിയോസ് മലങ്കരയുടെ മഹാജ്യോതിസേ മാമുനീന്ദ്ര മഹാത്മാവേ മലങ്കരയുടെ മഹാജ്യോതിസേ മാമുനീന്ദ്ര മഹാത്മാവേ നമസ്തേ 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 മാറിവാനിയോസ്